Welcome to MrUnbox and Travel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് iOS 16ന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഡെവലപ്പർ ബീറ്റ വേർഷൻ ആണ്, ഫസ്റ്റ് വേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ബഗ്സും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരു ഡെവലപ്പർ ബീറ്റ അല്ലെങ്കിൽ വരാൻ പോകുന്ന പബ്ലിക് ബീറ്റ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഇനി ഈ ഒരു വീഡിയോയിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി iOS 16 വിശേഷങ്ങളൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4-5 വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എനിവേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് iOS 16ന്റെ ലോക്ക് സ്ക്രീൻ വരുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി വാൾപേപ്പേഴ്സ് നമുക്കിതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിലും കൂടുതൽ വാൾപേപ്പർ വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. നമുക്ക് എത്തരത്തിലുള്ള വാൾപേപ്പേഴ്സ് ആണ് വേണ്ടത് ആ ഒരു വാൾപേപ്പേഴ്സ്, ഈവൻ ഇമോജീസ് പോലും നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം മറ്റൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ നമുക്കിതിൽ ജസ്റ്റ് ആഡ് ചെയ്യാനും സാധിക്കും. അതിനുശേഷം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് കാണാം ഇവിടെ എർത്ത് എന്ന് കാണുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള മോഡ്സ് ആണ് അവൈലബിൾ അത്തരത്തിൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. എനിവേ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫോക്കസ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ ഇപ്പം വർക്ക് മോഡിൽ ആ ഒരു ഫോക്കസ് മോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാൾപേപ്പർ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്ക് ഫോക്കസ് മോഡിലേക്ക് ഓട്ടോമാറ്റിക് മാറും. ഇനി വേറൊരു വാൾപേപ്പറിൽ എനിക്ക് പേഴ്സണലാണ് വെക്കേണ്ടെങ്കിൽ ഇത് പേഴ്സണൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് പേഴ്സണലിലേക്ക് മാറുകയും ഇനി എനിക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്കാണ് വേണ്ടെങ്കിൽ ഈ ഒരു വാൾപേപ്പർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഫോക്കസ് മോഡിലേക്ക് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമൈസ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു നമ്മുടെ ക്ലോക്കിൻ്റെ ആ ഒരു ഫോണ്ടും അതുപോലെ തന്നെ കളേഴ്സൊക്കെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക് സ്ക്രീനിലുള്ള വിഡ്ജറ്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് iOS 16 ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് മിഡിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്താൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇനി വാൾപേപ്പർ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിതിൽ വാൾപേപ്പറിലും ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫോട്ടോസാണ് ചൂസ് ചെയ്തെങ്കിൽ നമുക്ക് ഫോട്ടോനെ ബ്ലർ ചെയ്യണോ എന്നുള്ള രീതിയിൽ, അതായത് ലെജിബിലിറ്റി ബ്ലർ ഓഫ് ഓൺ എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വാൾപേപ്പർ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഇവിടുന്ന് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് വെക്കാം. പിന്നീട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാൻ സാധിക്കും. ഇനി മെസ്സേജിങ് ആപ്പിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണെന്ന് നോക്കിയാൽ നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു മെസ്സേജ് അയക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ ഈ അയച്ച മെസ്സേജിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ അത് പരിഹരിക്കാൻ പറ്റും. ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്താണോ നമുക്ക് ആഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് തിരുത്തിയിട്ട് നമുക്ക് അത് മെസ്സേജ് റീസെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് നമുക്ക് അയക്കേ വേണ്ട, അബദ്ധവശാൽ ആൾ മാറിപ്പോയി എന്നാണെങ്കിൽ നമുക്കിവിടെ അൺഡു സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു അൺഡു സെൻഡ് ചെയ്താൽ നമുക്ക് ആ ഒരു മെസ്സേജ് നമുക്ക് അയക്കാത്ത രീതിയിലും ആവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു iOS 16 തന്നെ ആയിരിക്കണം ആ ഒരു റിസീവ് ചെയ്യുന്ന ആൾക്കും വേണ്ടത്. അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു മെസ്സേജ് നമുക്ക് റീഡ് ചെയ്ത് തന്നെ കാണുകയും നമ്മുടെ ഫോണിൽ നിന്ന് മാത്രമായിരിക്കും ആ ഒരു മെസ്സേജ് അൺഡു സെൻഡ് എന്നുള്ള രീതിയിൽ പോവുകയും ചെയ്യുക. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു റീഡ് ചെയ്തൊരു മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺറീഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരാം. അതുപോലെ തന്നെ നമ്മൾ റീഡ് ചെയ്യാത്ത കാര്യമാണെങ്കിൽ നമുക്ക് റീഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ റീഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ചസ് വന്നിരിക്കുന്നത് മെയിൽ ആപ്പിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഒരു മെയിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എനിക്കിപ്പോൾ ഇത് റീഡ് ചെയ്യാനുള്ള ഒരു സമയമില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇതിൽ നമുക്ക് റിമൈൻ മീ 1 hour അല്ലെങ്കിൽ റിമൈൻ മീ ടുമാറോ, നമുക്ക് ഏത് സമയത്താണോ നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റും ടൈമും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ ഒരു മെയിൽ നമ്മളെ റിമൈൻഡ് ചെയ്യും. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടി എന്ന് പറയുന്നത് നമ്മൾ ഇതേ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ ഇദ്ദേഹത്തിന് മെയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ നമുക്കറിയാം നോർമലി നമ്മൾ ഈ ഒരു സെൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പം തന്നെ അത് മെയിൽ സെൻഡ് ആവും. എങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്ക് ഏത് സമയത്താണോ വേണ്ടത് അത് ഇവിടെ സെൻഡ് ലേറ്റർ എന്നുള്ള രീതിയിൽ ഏത് ഡേറ്റിനാണോ ഏത് സമയത്താണോ എന്നുള്ള രീതി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ ഈ ഒരു മെയിൽ അവർക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഫോട്ടോസ് ആപ്പിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റം എന്താണെന്ന് നോക്കിയാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിതിപ്പോൾ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ഇതിലിപ്പോൾ ഒരു ഫോണ്ടോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന തരത്തിൽ നമുക്ക് ആ ഒരു
കാര്യം നമുക്ക് ഇവിടുന്ന് കോപ്പി അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും. മുമ്പ് iOS 15 നമുക്ക് ഫോട്ടോസിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ വീഡിയോസിലും നമുക്ക് ഇത്തരത്തിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യണം. അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. നമുക്കതിന് ശേഷം കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോപ്പി അല്ലെങ്കിൽ ഷെയർ എന്നുള്ള രീതിയാണ്. ഉദാഹരണത്തിന് ഞാൻ കോപ്പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മെസ്സേജിലാണ് അയക്കേണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ മെസ്സേജിൽ പോകുന്നു, അവിടെ നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എത്തരത്തിലാണ് അത് പോകുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെറും ആ ഒരു വാച്ചിൻ്റെ ഫോട്ടോ മാത്രം, അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു പുല്ലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറും ഈ ഒരു വാച്ചിൻ്റെ ഫോട്ടോ മാത്രം നമുക്ക് പോകുന്നു. അതുപോലെ തന്നെ അത് ഈവൻ വാട്സപ്പിലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വാട്സപ്പിലും ഏതൊരു ആപ്ലിക്കേഷനിലും നമുക്ക് ഈ ഒരു ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോട്ടോസ് ആപ്പിലെ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നമ്മൾ ഇഷ്ടമുള്ള ഫോട്ടോസ് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് ആ ഒരു ഹിഡൻ ഫോട്ടോസും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എങ്കിൽ ഈ ഒരു iOS 16 വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഹിഡൻ അതുപോലെ തന്നെ റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു രണ്ട് ഓപ്ഷനിൽ ഫേസ് ലോക്ക് മസ്റ്റാണ്. ഫേസ് ലോക്ക് ഡിറ്റക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു രണ്ട് ഓപ്ഷനിൽ അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കൂ. ഇതൊരു നല്ല രീതിയിലുള്ളൊരു സെക്യൂരിറ്റി ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. iOS 16 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ആപ്പിലൂടെ നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും, അതായത് നമ്മൾ എത്ര ദൂരം നടന്നു, എത്ര കലോറി പോയി, അതുപോലെ തന്നെ ഏതൊക്കെ ദിവസം എത്ര കലോറീസ് പോയി എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ iOS 16 ഡെവലപ്പർ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള 2-3 ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, ചാർജ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബും ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫും കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചില കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കമൻറ്റ് എന്ന് പറയുന്നത്, ഒരുപാട് ആളുകളുടെ ചില ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രാഷ് ആവുന്നുണ്ട് എന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ സ്മാർട്ട് ഫോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെവലപ്പർ ബീറ്റ അല്ലെങ്കിൽ പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. കാരണം ഒരുപാട് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ബീറ്റ അല്ലെങ്കിൽ 2nd, 3rd, 4th ബീറ്റ വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആ ഒരു സമയത്തേക്ക് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ബഗ്സൊക്കെ നമുക്ക് ഇവർ പരിഹരിച്ചു കൊണ്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു പബ്ലിക് ബീറ്റ അല്ലെങ്കിൽ ഡെവലപ്പർ ബീറ്റ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ ഈ ഒരു iOS 16 വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട iOS 16 ഫീച്ചർ ഏതാണുള്ള കാര്യമെന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.